അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ പടച്ചതമ്പുരാൻ പരിചയപ്പെടുത്തുകയാണ്. സഹോദരിമാരെ ശ്രദ്ധയോടെ കേൾക്കണേ. അല്ലാഹു പറയുകയാണ്, വതുൽ അലൈഹിം നബഅല്ലദീ ആതൈനാഹു ആയാതിനാ ഫൻസലഖ മിൻഹാ ഫതബഅഹു ശൈത്താനു ഫകാന മിനൽ ഗാവീൻ ولو شئنا لرفعناه بها ولكنه أخلد إلى الأرض واتبع അല്ലാഹു പരിചയപ്പെടുത്തുകയാ. ആരുടെ കഥയാണ് സഹോദരങ്ങളെ? വതുലു അലൈഹിം നബിയോട് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകരെ ഓതിക്കൊടുക്കണം. പേവലക്കാരോട് ഓതിക്കൊടുക്കണേ. കൊല്ലം ജില്ലക്കാരോട്, കേരളക്കാരോട്, ഇന്ത്യക്കാരോട്, ഏഷ്യാ ഭൂഖണ്ഡത്തിൽ താമസിക്കുന്നവരോട്, മനുഷ്യരാശിയോട് ഓതിക്കൊടുക്കണം നബിയെ, ഓതിക്കൊടുക്കണം നബിയെ. എന്താണെന്ന് ഓതിക്കൊടുക്കേണ്ടത്? നബഅല്ലദീ ആതൈനാഹു ആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഒരു പണ്ഡിതന്റെ കഥയാണ് സഹോദരങ്ങളെ പറയുന്നത്. ഒരു പണ്ഡിതന്റെ കഥയാണ് പറയുന്നത്. പണ്ഡിതന്റെ കഥയായതുകൊണ്ട് മറച്ചു വെക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. പണ്ഡിതനായാലെന്താ, പാമരനായാലെന്താ, കുബേരനായാലെന്താ, കുചേരനായാലെന്താ, പണക്കാരനായാലെന്താ, പാപപ്പെട്ടവനായാലെന്താ, അല്ലാഹു പരിചയപ്പെടുത്തുന്നു നബിയെ, അങ്ങ് പറഞ്ഞു കൊടുക്കണം. നബഅല്ലദീ ആതൈനാഹു ആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ പഠിപ്പിച്ചു കൊടുത്ത ഒരു വലിയ പണ്ഡിതന്റെ കഥയാണ് പറയുന്നത്. കേട്ടോളണേ. ഫൻസലഖ മിൻഹാ, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ജീവിക്കാൻ തുടങ്ങി. ആ മനുഷ്യന് അല്ലാഹു ഇൽമു കൊടുത്തു, ആ മനുഷ്യന് അല്ലാഹു വിവേകം കൊടുത്തു, ആ മനുഷ്യന് അല്ലാഹു തആല ആ നാട്ടിലെ ഏറ്റവും വലിയ പണ്ഡിതനാണ്. ബനൂ ഇസ്രായേലിയാണ്. ബനൂ ഇസ്രായേലികളിൽപ്പെട്ട ബൽഅം ഇബ്നു ബഅൂറ എന്ന വലിയ പണ്ഡിതനാണ്. സാധാരണക്കാരനല്ല, സാധാരണ പണ്ഡിതനല്ല. രണ്ട് കരങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തി കിട്ടുന്ന ദുആ ചെയ്താൽ കൈവലിക്കും മുമ്പ് അല്ലാഹു ഉത്തരം കൊടുക്കുന്ന രീതിയിൽ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട മനുഷ്യനാണ്. പരിശുദ്ധമായ മക്ക കഴിഞ്ഞാൽ പരിശുദ്ധമായ മദീനയാ പവറുള്ളത്. ആ മദീന കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനം ബൈത്തുൽ മുഖദ്ദസാണ്, അറിയുമല്ലോ സഹോദരങ്ങളെ. ശൈഖ് മസ്ജിദിലെ കരുനാഗപ്പള്ളിയിൽ നിസ്കരിച്ചാൽ കിട്ടുന്ന കൂലി തന്നെയാണ് ഏർവാടി പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ. ആ ഏർവാടി പള്ളിയിൽ നിസ്കരിക്കുന്ന കൂലി തന്നെയാണ് നാഗൂരു പള്ളിയിൽ, ആ നാഗൂരു പള്ളിയിൽ നിസ്കരിക്കുന്ന കൂലി തന്നെയാണ് ഈ തേവലക്കര മുള്ളിക്കാല ജുമുഅത്ത് പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ കിട്ടുന്നത്. അതേ കൂലി തന്നെയാണ് ബാബരി മസ്ജിദിൽ നിസ്കരിച്ചാൽ കിട്ടുക. ഏത് പള്ളിയിൽ നിസ്കരിച്ചാൽ ഒരേ കൂലി തന്നെയാണ്. പക്ഷേ ഒരു റക്അത്തിന് 1,00,000 ഇരട്ടി പ്രതിഫലം കിട്ടുന്നത് പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമാണ്. രണ്ടാമത് 50,000 ഇരട്ടി പ്രതിഫലം കിട്ടുന്നത് മസ്ജിദുൻ നബവിയാണ്. മൂന്നാമത് 25,000 ഇരട്ടി പ്രതിഫലം കിട്ടുന്നത് ഒരു റക്അത്ത് നിസ്കരിക്കുമ്പോ 25,000 റക്അത്തിന്റെ കൂലി കിട്ടുന്നത് മസ്ജിദുൽ അഖ്സയാണ്. ആ മസ്ജിദുൽ അഖ്സയുടെ സ്ഥിരം സന്ദർശകനാണ് ബൽഅം ഇബ്നു ബഅൂറ. അല്ലാഹുവിന്റെ ഇസ്മുൽ അഅ്ലം എന്ന സുന്ദരമായ അത്യുന്നതമായ നാമം അല്ലാഹു പഠിപ്പിച്ചു കൊടുത്ത മനുഷ്യനാ. അല്ലാഹു ഇസ്മുൽ അഅ്ലം അങ്ങനെയുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കൂ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യനായ വിവിഐപികൾക്ക് മാത്രം അല്ലാഹു അറിയിച്ചു കൊടുക്കുന്ന പേരാണ് ഇസ്മുൽ അഅ്ലം. ഖുർആനിലൂടെ 99 നാമം നമ്മൾ പഠിച്ചില്ലേ സഹോദരങ്ങളെ? അസ്മാഉൽ ഹുസ്ന. അത് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയുമല്ലോ, എനിക്കും നിങ്ങൾക്കും അറിയുമല്ലോ. പക്ഷേ നമ്മുടെ ഇടയിൽ ഇസ്മുൽ അഅ്ലം അറിയുന്നവരാരാ? അല്ലാഹുവിന്റെ ഉന്നതമായ നാമം അല്ലാഹു പഠിപ്പിച്ചു കൊടുത്ത പണ്ഡിതനാണ്. കേവലക്കാരക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നമ്മൾ ഇത്രത്തോളം എത്തിയില്ലല്ലോ. ഇസ്മുൽ അഅ്ലം പഠിപ്പിക്കപ്പെട്ട മനുഷ്യനാ, ബൈത്തുൽ മുഖദ്ദസിന്റെ സ്ഥിരം സന്ദർശകനാ, അല്ലാഹു തആല ദുആ സ്വീകരിക്കുന്ന മനുഷ്യനാ, ബനൂ ഇസ്രായേലിലെ ഏറ്റവും വലിയ പണ്ഡിതനാ. ആ പണ്ഡിതന്റെ കഥ പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, നബിയേ ഫനസലഖ മിൻഹാ, പഠിച്ചത് പാളയിൽ കെട്ടി നടന്ന മനുഷ്യനാണ്. പഠിച്ചതിന്റെ ഗുണം അവന് കാണിച്ചില്ല. അവൻ ആ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു നബിയേ. ഫതുബഅഹു ശൈത്താനു ഫകാന മിനൽ ഗാവീൻ, അവന് വഴികെട്ടവനായി, നിന്ദ്യനായി, നീചനായി മാറിപ്പോയി നബിയേ. ഒരു നാട് പരിശോധിച്ചു നോക്ക്. ആ നാട്ടിലെ ഏറ്റവും തല്ലിപ്പൊളി ആരാണ്? ആ നാട്ടിലെ ഏറ്റവും റൗഡി ആരാണ്?
ആരാണ്? അത് പാതി പഠിച്ച മുസ്ലിയാരാണ്. ഇത് ഉറക്കെ പറയുന്നതിൽ യാതൊരു പേടിയും ഭയവും മറപ്പും വെറുപ്പുമില്ല സഹോദരങ്ങളെ. അതുകൊണ്ടാണ് പഠിക്കുന്നവരെ തീർത്തു പഠിക്കണം. ഇല്ലെങ്കിൽ ആ നാട്ടിലെ ഏറ്റവും നിറകെട്ടവന് നാട്ടിലെ പാതി പഠിച്ചവനാണ്. പാതി പഠിച്ചവനാ പ്രശ്നമുണ്ടാക്കുന്നത്. ഏതൊരു നാട് പരിശോധിച്ചാലും അങ്ങനെ തന്നെയാ. വളരെ വിരളമായി നല്ലതുപോലെ ജീവിക്കുന്നവരുമുണ്ട്. അവരെ അഭിനന്ദിക്കുകയാണ് എന്റെ സഹോദരങ്ങളെ. ഇവിടെ അള്ളാഹു പരിചയപ്പെടുത്തിയത് പാതി വഴിയിൽ ഉപേക്ഷിച്ച് തനിക്ക് അള്ളാഹു നൽകിയ ഹിദായത്താകുന്ന ഇൽമാകുന്ന നൂറ് പാതി വഴിയിൽ കളഞ്ഞ് കൈ കഴുകിയ മനുഷ്യന്റെ കഥ പറഞ്ഞിട്ടല്ല പറയുകയാണ്. നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ആ മനുഷ്യനെ നാം അത്യുന്നതയിൽ കൊണ്ടുവരുമായിരുന്നു. ആ മനുഷ്യനെ നാം ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ കൊണ്ടുവരുമായിരുന്നു. ഭൂമി ശാശ്വതമാണെന്ന് ആ മനുഷ്യന് മനസ്സിലാക്കി. ഈ ലോകത്തെ ജീവിതം ശാശ്വതമാണെന്ന് അവനെ മനസ്സിലാക്കിയപ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ആ പണ്ഡിതന് പണത്തിന്റെ പിന്നാലെ പരക്കം പായാൻ തുടങ്ങി. പണ്ഡിതന് പണത്തിന്റെ പിന്നാലെ പരക്കം പായാൻ തുടങ്ങി. സഹോദരങ്ങളെ ശ്രദ്ധയോടെ കേൾക്കണേ. അള്ളാഹു പരിചയപ്പെടുത്തി മനുഷ്യന്റെ ചരിത്രം എന്തെന്നറിയോ? കനാൻ എന്ന് പറയുന്ന സ്ഥലത്ത് മഹാനായ മൂസാ നബി വരികയാ. എന്തിനാ മൂസാ നബി വരുന്നതെന്നറിയോ? അധർമ്മത്തിന്റെ വക്താക്കൾക്ക് ധർമ്മം പഠിപ്പിച്ചു കൊടുക്കാൻ, അസത്യത്തിന്റെ വക്താക്കൾക്ക് സത്യം പഠിപ്പിച്ചു കൊടുക്കാൻ, അനീതിയുടെ വക്താക്കൾക്ക് നീതിയുടെ പടപ്പാട്ട് പാടി കൊടുക്കാൻ മൂസാ നബിയും പരിവാരങ്ങളായ വിശ്വാസികൾ കൂടെ പ്രൊട്ടക്ഷന്റെ മാലാകമാരെ കടന്നു വന്ന് കനാനിലെത്തുമ്പോ അവിടെയുള്ള ആളുകൾ ഓടി വന്നിട്ട് കനാൻ നിവാസികൾ വന്ന് പറഞ്ഞു, അല്ലയോ ബൽഅമേ, മൂസായും പരിവാരങ്ങളും വന്നിരിക്കുകയാണ്. അവരോട് കായികമായി നേരിടാൻ ഞങ്ങൾക്ക് കഴിയൂല. ഞങ്ങൾക്ക് ആയുധമില്ല, ഞങ്ങൾക്ക് ആൽബലമില്ല, ഞങ്ങൾക്ക് കായിക ശേഷിയില്ല, ഞങ്ങൾക്ക് അതിനുള്ള ആരോഗ്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ അവരോട് നേരിടാൻ തയ്യാറല്ല. അവര് വരുന്നത് ഞങ്ങളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കാനാണ്. അതുകൊണ്ട് ബൽഅമേ ഒരു ഉപകാരം ചെയ്യോ. മൂസാ നബി അല്ലാഹുവിന്റെ ദൂതനല്ലേ, കൂടെയുള്ളത് അല്ലാഹയെ കൊണ്ട് വിശ്വസിച്ചവരല്ലേ, അതുപോലെ കൂടെയുള്ളത് മാലാകമാരല്ലേ. ബൽഅമേ ഞങ്ങളുടെ ജീവൻ നിന്റെ കയ്യിലാണ്, ഞങ്ങളുടെ സുരക്ഷ നിന്റെ കയ്യിലാണ്. നീ ദുആക്ക് ഇജാബത്തുള്ള മനുഷ്യനല്ലേ, ഒന്ന് ദുആ ചെയ്യുമോ? ഒന്ന് ദുആ ചെയ്യുമോ? ഒന്ന് ദുആ ചെയ്യുമോ? ബൽഅമേ ചോദിച്ചു, എങ്ങനെയാ ദുആരക്കേണ്ടത്? മൂസായും പരിവാരങ്ങളും വന്നതുപോലെ ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ദുആരക്കുമോ? ആ സമയത്ത് ബൽഅം എന്ന് പറയുന്ന പണ്ഡിതന്റെ മറുപടി എന്തെന്നറിയോ? ഇസ്മുൽ അഅ്ല പറയുന്ന പണ്ഡിതന്റെ മറുപടി എന്തെന്നറിയോ? സുബ്ഹാനല്ലാഹ്, മൂസാ നബിക്കും പരിവാരങ്ങൾക്കും എതിരെ ഞാൻ ദുആ ചെയ്യാനോ? ഇല്ല, എന്നെ കൊണ്ട് കഴിയില്ല. കൂടെയുള്ളത് വിശ്വാസികളാണ്, അല്ലാഹുവിന്റെ മലക്കുകൾ കൂടെയുണ്ട്, അതുകൊണ്ട് എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ സഹോദരങ്ങളെ എന്ത് ചെയ്തെന്നറിയോ? അന്ന് പാതിരാത്രി ബൽഅം കിടന്നുറങ്ങുകയാണ്. ബൽഅം കിടന്നുറങ്ങുമ്പോ ഏത് കാര്യവും അല്ലാഹു സ്വപ്നത്തിലൂടെ ദർശനം കൊടുക്കുമായിരുന്നു. അന്ന് രാത്രി ബൽഅമിന് സ്വപ്നം കാണിക്കുകയാണ്. ആരാണ് സ്വപ്നം കാണിച്ചതെന്നറിയോ? പടച്ച റബ്ബ് സ്വപ്നത്തിലൂടെ പറഞ്ഞു, നീ ദുആ ചെയ്യല്ലേ, അവർക്കെതിരെ ദുആ ചെയ്യല്ലേ ബൽഅമേ എന്ന് പറഞ്ഞപ്പോൾ രാവിലെ നേരം വെളുത്ത് ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഇല്ല, എന്നെ പടച്ചവൻ എന്നോട് സ്വപ്ന ദർശനത്തിലൂടെ പറഞ്ഞിരിക്കുകയാണ് ദുആ ചെയ്യരുതെന്ന്. ഏത് തഫ്സീർ പരിശോധിച്ചാലും ഈ സംഭവം കാണാം. ആ സമയത്ത് ആളുകൾ എന്ത് ചെയ്തെന്നറിയോ? കുറെ സമ്മാനങ്ങൾ കൊണ്ട് കൊടുത്തു. കുറെ സമ്മാനങ്ങൾ ആ പണ്ഡിതന്റെ മുമ്പിൽ കൊണ്ട് കൊടുത്തപ്പോൾ അല്ലാഹ് പണം കണ്ട് മയങ്ങിപ്പോയ പണ്ഡിതൻ എന്ത് ചെയ്തെന്നറിയോ? പണം കണ്ട് മഞ്ഞളിച്ചു പോയ കണ്ണിന്റെ ഉടമയായ ആ പണ്ഡിതൻ എന്ത് ചെയ്തെന്നറിയോ? അന്ന് ആളുകളോട് പറഞ്ഞു, ഇത്രയും എനിക്കുള്ള സമ്മാനമാണോ? ഇത്രയും എനിക്കുള്ള സമ്മാനമാണോ? ഒരു പുരുഷായുസ് ഒരു തലമുറ ജീവിക്കാൻ കഴിയുന്ന ഭൗതിക സുഖാഡംബരങ്ങൾ മുഴുവനും കൊണ്ട് കൊടുത്തപ്പോ ആ മനുഷ്യനെന്ന് പാതിരാത്രി കിടന്നുറങ്ങിയിട്ട് അള്ളാഹുവിനോട് സ്വപ്ന ദർശനത്തിലൂടെ റബ്ബിനോട് ചോദിക്കുന്നു, പടച്ച
പടച്ചവനെ ഞാനെതിരെ ദുആ ചെയ്യണോ? എനിക്ക് ജീവിക്കാനുള്ള സ്വത്ത് വകകളൊക്കെ ആളുകൾ തന്നിരിക്കുകയാണ്. അല്ലാഹു മറുപടിയൊന്നും പറഞ്ഞില്ല, ഒരു സന്ദേശമല്ല കൊടുത്തില്ല, ഒരു അറിയിപ്പമല്ല കൊടുത്തില്ല. നേരം വെളുത്ത് ജനങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഇന്നലെ പാതിരാത്രി പടച്ചവൻ എന്നോട് മിണ്ടിയില്ല. ആളുകൾക്ക് നല്ല ഒരു വഴിയായല്ലോ. ആളുകൾ പറഞ്ഞു, ബൽഅമേ അല്ല മിണ്ടാത്തത് പടച്ചവനങ്ങ് കണ്ണടയ്ക്കുന്നതാണ്. അതുകൊണ്ട് ഈ സമ്മാനം സ്വീകരിച്ചുകൊണ്ട് നീ അവർക്കെതിരെ ഒന്ന് ദുആ ചെയ്യണേ ബൽഅമേ. അങ്ങനെ ദുആ ചെയ്യാൻ തീരുമാനിച്ചു. അല്ലാഹു ആദരിച്ച മനുഷ്യനല്ലേ, പടച്ചവൻ ആദരിച്ച മനുഷ്യനല്ലേ. പക്ഷെ ആദർശത്തെക്കാൾ ആമാശയത്തിന് വില കൽപ്പിച്ചപ്പോ ആ മനുഷ്യന് നേരെ കുതിരപ്പുറത്ത് കയറുകയാ. എന്നിട്ട് ഹസാൻ മലയിലേക്ക് പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. കുതിരപ്പുറത്ത് കയറുന്ന സമയത്ത് ആ കുതിര ചലിക്കുന്നില്ല. ആ കുതിര എത്ര അടിച്ചിട്ടും അടിച്ചോടിച്ചിട്ടും ആ കുതിര ഓടുന്നില്ല. അവസാന കുതിര മുട്ടുകുട്ടി കിടക്കുകയാണ്. ദേഷ്യം വന്ന ബൽഅം കുതിരപ്പുറത്ത് നിന്ന് നിലത്തിറങ്ങിയിട്ട് ആ കുതിരയെ മർദ്ദിക്കാൻ തുടങ്ങി. ആ സമയത്ത് അല്ലാഹു കുതിരയ്ക്ക് സംസാരശേഷി കൊടുക്കുകയാണ്. ആ സമയത്താണ് കുതിര ബൽഅമിനോട് പറയുന്നു, വൈഹക്ക് 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 ബൽഅമേ, നിനക്ക് നാശമാണ് ബൽഅമേ, നിനക്ക് നാശമാണ്. ഐന തദ്ഹബു ഇലാ നബിയില്ലാഹി വൽ മുഅ്മിനീൻ, വിശ്വാസികൾക്കും ഒരു പ്രവാചകനും എതിരെയാണോ നീ തിരിയുന്നത്? അമാ തറൽ മലായികത അമാമി, എന്റെ മുന്നിലും മാലാഖമാര് നിരന്നു നിൽക്കുകയാണ്. നിന്നെ പോകാൻ അനുവദിക്കാതെ എനിക്ക് അല്പം പോലും ഒരു ചുവട് മുന്നോട്ട് വെക്കാൻ കഴിയാതെ മാലാഖമാര് അവിടെ സഫ് നെറ്റി നിൽക്കുകയാണ്. ആ സമയത്ത് ബൽഅമിന്റെ മനസ്സ് മുഴുവനും ദുനിയാവായി പോയി. ആ ദുനിയാവിൽ വിജയമുണ്ടാകുമെന്ന് കരുതിപ്പോയി, ദുനിയാവ് ശാശ്വതമാണെന്ന് കരുതിപ്പോയി. സഹോദരങ്ങളെ, കുതിരയെ ആട്ടി ഓടിക്കുമ്പോൾ കുതിര ഓടാൻ തുടങ്ങി. അല്ലാഹു എന്ത് ചെയ്തെന്നറിയോ? ആ കുതിരയ്ക്ക് നടക്കാനുള്ള കഴിവ് കൊടുത്തു. യജമാനായ ബൽഅമിനെയും വെച്ചുകൊണ്ട് ഹസാൻ മലയിലേക്ക് പാഞ്ഞു കയറുകയാ. അവിടെ ചെന്ന് ദുആ ചെയ്യുന്നു, റബ്ബേ. മൂസാ നബിക്കും പരിവാരത്തിനുമെതിരെ ദുആ ചെയ്യുമ്പോ മൂസാ നബിക്കെതിരെ ചെയ്യുന്ന ദുആ തന്റെ സമുദായത്തിന് പ്രതികൂലമാകാൻ തുടങ്ങി. മൂസാ നബിക്ക് അനുകൂലമാകാൻ തുടങ്ങി. മൂസാ നബിക്കും പരിവാരത്തിനും എതിരെ ചെയ്യുന്ന ദുആ തന്റെ സമൂഹത്തിന് വരാൻ തുടങ്ങി. തന്റെ സമുദായത്തിന് അനുകൂലമായി ചെയ്യുന്ന പ്രാർത്ഥനകൾ മൂസ നബിക്കും പരിവാരത്തിനും അനുകൂലമാകാൻ തുടങ്ങി. ആ ദുആയ പടച്ച തമ്പുരാനെ കീഴ്മേൽ മറിച്ചു കൊടുക്കുകയാ. ആ സമയത്ത് ആളുകൾ വന്നിട്ട് ചോദിച്ചു, ബൽഅമേ, നീ എന്താടാ ചെയ്യുന്നത്? നീ ഞങ്ങൾക്കെതിരെയാണോ ദുആ ചെയ്യുന്നത്? അവർക്ക് അനുകൂലമായിട്ടാണോ ദുആ ചെയ്യുന്നത്? ആ സമയത്ത് ഒന്നുകൂടി ദുആ ചെയ്യാൻ വേണ്ടി ബൽഅം ശ്രമിക്കുമ്പോൾ അല്ലാഹുവേ, ബൽഅമിന്റെ നാവ് ഇങ്ങനെ പുറത്തേക്ക് നീണ്ടുവരികയാ. ബൽഅമിന്റെ നാവ് പുറത്തേക്ക് നീണ്ടുവരികയാ. ശ്രദ്ധയോടെ കേൾക്കണേ ചെറുപ്പക്കാരാ, 5 നേരം ഇബാദത്തെടുക്കുന്ന ചെറുപ്പക്കാരാ, നിങ്ങളൊക്കെ എന്റെയും നിങ്ങളുടെയും മനസ്സിൽ നമ്മളെല്ലാം തികഞ്ഞവരാണെന്ന ചിന്ത കടന്നു വന്നു പോയാൽ ഇത് കേവലം ഒരു പള്ളിയിലെ മുഅല്ലിമിന്റെ കഥയല്ലോ, ഒരു വലിയ പണ്ഡിതന്റെ കഥയാ പറയുന്നത്. ആ മനുഷ്യന്റെ നാവ് ഇങ്ങനെ പുറത്തേക്ക് നീണ്ടുവരാൻ തുടങ്ങി. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, പണക്കാരന്റെ പണക്കീശയിലെ കാശ് കണ്ടിട്ട് പണ്ഡിതന്മാര് അവര് ഒന്നും സത്യത്തിന് അനുകൂലമായിട്ടല്ലാതെ അസത്യത്തിന് അനുകൂലമായ ഒരു അക്ഷരം മിണ്ടാത്തത് അതിന്റെ പേരിലാണ്. ഒരു ഇമാമും പണക്കാരന്റെ പണക്കീശയിലെ കാശ് കണ്ടിട്ട് സത്യത്തെ മൂടി വെക്കാത്തതെന്നുകൊണ്ടാണ് അല്ലാഹു ദുനിയാവിൽ പാഠം പഠിപ്പിച്ചു ഒരു പണ്ഡിതനെ. അതുകൊണ്ട് ഒരു പണ്ഡിതന് ഒരിക്കലും സത്യം മൂടി വെക്കാൻ കഴിയില്ല. അത് എത്ര വലിയ ആളിന്റെ മുമ്പിലാണെങ്കിലും, അതെത്ര വലിയ കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിൽ പോലും സത്യമേതാണോ അതിനോടൊപ്പം നിൽക്കാൻ ഒരു പണ്ഡിത ധർമ്മമാണ്. ആമാശയത്തിന് ആദർശത്തെക്കാൾ വില കൽപ്പിക്കാൻ പണ്ഡിതന് കഴിയൂല. ആമാശയത്തെക്കാൾ ആദർശത്തിനാണ് വില കൽപ്പിക്കേണ്ടത്. സഹോദരങ്ങളെ, നാവ് പുറത്തേക്ക് നീളാൻ തുടങ്ങി. അങ്ങനെ നാവ് നീണ്ട് നീണ്ട് താഴേക്ക് വന്നപ്പോ ബൽഅം പറഞ്ഞതെന്തെന്നറിയോ? ദഹബത്തു മിന്നീ ദുനിയാ വൽ ആഖിറ, ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയി. എനിക്ക് ദുനിയാവ് നഷ്ടപ്പെട്ടു പോയി, എനിക്ക് ആഖിറവും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഹസാൻ മലയുടെ മുകളിൽ നിന്ന് മനുഷ്യൻ താഴേക്ക് വരുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിൽ അല്ലാഹു പരിചയപ്പെടുത്തുന്നത് എന്താണ്? മസലുഹു കമസലിൽ കൽബി,
അല്ലാഹുവിന്റെ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ടത് വായിക്കാൻ കഴിവുള്ള ഇസ്മുൽ ആലം പഠിപ്പിക്കപ്പെട്ട ദുആ കിതാബത്തുള്ള ബനൂ ഇസ്രായേലിലെ പണ്ഡിതന്മാരിൽപ്പെട്ട ഏറ്റവും വലിയ ഒരു പണ്ഡിതനെ പറ്റി അല്ലാഹു പറഞ്ഞ വാക്കെന്തെന്നറിയോ? മസലുഹു കമസലുൽ കൽബ്. കള്ളുകുടിയനെ പറ്റി ഈ വാക്കല്ല പറഞ്ഞിട്ടില്ല. പെണ്ണുപിടിയനെ പറ്റി അല്ല ഈ വാക്ക് പറഞ്ഞിട്ടില്ല. പലിശക്കാരനെ പറ്റി അല്ല ഈ വാക്ക് പറഞ്ഞിട്ടില്ല. ഒരു പണ്ഡിതന്റെ അധപ്പതനത്തിന്റെ ഏറ്റവും വലിയ തെളിവ് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ തെളിയിച്ചുകൊണ്ട് പറഞ്ഞത് മസലുഹു കമസലിൽ കൽബ്. അവനും നായയെ പോലെയാണ്, അവന് പട്ടിയെ പോലെയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു ഇൻ തഹ്മിൽ അലൈഹി യൽഹസ്. കല്ലെടുത്തെറിഞ്ഞാലും നാക്ക് പുറത്ത് തന്നെ. ഔ തത്റുഖുഹു യൽഹസ്. ആ പട്ടിയെ കല്ലെടുത്തെറിയാതിരുന്നാലും നാക്ക് പുറത്ത് തന്നെ. കല്ലെടുത്തെറിഞ്ഞാലും കല്ലെറിഞ്ഞില്ലെങ്കിലും പട്ടിയുടെ നാക്ക് പുറത്താ. ഈ പട്ടിയുടെ നാക്കും പുറത്താ. അല്ലാഹു ഒരു പണ്ഡിതനെ പരിചയപ്പെടുത്തിയത് മായയോടാണെങ്കിൽ ആ ബൽഅം ചെയ്തു പോയ തെറ്റെന്തെന്നറിയോ? ഐഹിക ആസക്തിയാണ് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. ഇനി ആരുടെ കഥയാ പറയേണ്ടത്? ഇനി ആരുടെ കഥ പറയണം? ദുനിയാവിന്റെ പിറകെ പരക്കം പായുന്നവൻ പട്ടിയാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അദ്ദുനിയ കുല്ലുഹാ ജീഫ വഖാലിബുഹാ കിലാബുൻ നബി മുഹമ്മദ് മുസ്തഫ. ദുനിയാവ് ശവമാണ് സഹോദരങ്ങളെ. ശവത്തിന്റെ പിന്നാലെ പോകുന്നത് പട്ടികളാണ്.